അനന്തരാമൻ അജയ് സംവിധാനം ചെയ്ത ഗ്രാനി എന്ന ഹൊറർ ഷോർട്ട് ഫിലിമിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കും മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കഥയിലെ കഥാപാത്രമായ റോണി ഒരു ഹോം നേഴ്സാണ്. അവൻ തനിക്ക് കിട്ടിയ പുതിയ വർക്കിനായി ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു വീട്ടിലെ വയസ്സായ സ്ത്രീയെ കൂടെ നിന്ന് പരിചരിക്കലായിരുന്നു അവൻ്റെ ജോലി. അങ്ങനെ അവൻ ആ വീട്ടിൻ്റെ മുന്നിലെത്തി. അവിടെയുള്ള ആ വയസ്സായ സ്ത്രീയെ എല്ലാവരും ഗ്രാനി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവരാണ് ഈ കഥയിലെ മെയിൻ കഥാപാത്രവും. കുറേ വീടുകളിൽ ഹോം നേഴ്സായി വർക്ക് ചെയ്തതിനാൽ ആളുകളുടെ മനഃശാസ്ത്രം റോണിക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷേ ഗ്രാനിയെ കണ്ടതു മുതൽ അവൻ എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. വീട്ടിലെത്തിയ റോണിയെ ഗ്രാനി വളരെ നല്ല രീതിയിൽ സൽക്കരിക്കുന്നുണ്ട്. ഒരു പ്രായമായ സ്ത്രീയുടെ ക്ഷീണമോ അലസതയോ ഒന്നും ഗ്രാനിക്കുണ്ടായിരുന്നില്ല. ഗ്രാനി ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമുള്ള സ്ത്രീയാണെന്ന് അതിനാൽ തന്നെ റോണിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഒറ്റപ്പെടൽ മാറ്റാനായിരിക്കും ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് റോണി പിന്നീട് വിചാരിക്കുന്നു. അപ്പോഴാണ് റോണി ആ വീട്ടിലൊരു ഫോട്ടോ ശ്രദ്ധിച്ചത്. അതൊരു ചെറുപ്പക്കാരനും ഗ്രാനിയും ഒപ്പം ഉണ്ടായിരുന്ന ഫോട്ടോ ആയിരുന്നു. അത് ഇവിടുത്തെ പഴയ ഹോം നേഴ്സാണ്. അവൻ ഇവിടെ നിൽക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൻ ആകെ പേടിയായിരുന്നു. അതിനാൽ ഞാൻ അവനെ പറഞ്ഞു വിട്ടു എന്ന് ഗ്രാനി ടോണിയോട് പറയുന്നു. ഞാൻ അല്പം മയങ്ങട്ടെ എന്ന് പറഞ്ഞ് ഗ്രാനി തന്റെ റൂമിലേക്ക് പോകുന്നു. റോണിയോടും അല്പസമയം വിശ്രമിക്കാൻ ആവശ്യപ്പെടുന്നു. യാത്രാക്ഷീണം കാരണം ഉറങ്ങിപ്പോയ റോണി എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഗ്രാനി അവനുള്ള ഭക്ഷണം തയ്യാറാക്കി അവൻ ഉറക്കമുണരുന്നതും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ 8 മണി മുതൽ 1 മണിക്കൂർ പവർ കട്ടാണെന്നും അതിനാൽ തന്റെ കുളിയും ഭക്ഷണവും ഒക്കെ പലപ്പോഴും ഇരുട്ടിലായിരിക്കുമെന്നും ഗ്രാനി അവനോട് പറയുന്നു. എന്നാൽ വേഷമോ ഒന്നും മാറ്റാതിരുന്ന ഗ്രാനിയെ കണ്ടപ്പോൾ ഗ്രാനി അപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരമാണെന്ന് റോണിക്ക് മനസ്സിലാകുന്നുണ്ട്. തനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ, അതിനാൽ നാളെ മുതൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാമെന്ന് റോണി ഗ്രാനിയോട് പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ടതും ഗ്രാനിയുടെ മുഖമാകെ മാറി. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളും, എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുതെന്ന് ഗ്രാനി റോണിയോട് പറഞ്ഞു. ഗ്രാനിയുടെ പെട്ടെന്നുള്ള ആ ഭാവമാറ്റം റോണിയിൽ വളരെയേറെ ഭയമുണ്ടാക്കിയിരുന്നു. അതിനാൽ തന്നെ തന്റെ മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീ സാധാരണ സ്ത്രീയല്ലെന്ന് റോണിക്ക് സംശയമുണ്ടായി. ആ സമയം റോണി ഗ്രാനിയുടെ ശരിക്കു പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴതിന് മറുപടിയായി ഗ്രാനി, റോണി പള്ളിയിലൊക്കെ പോകാറുണ്ടോ എങ്കിൽ എന്റെ പേര് ധാരാളം കേട്ടിട്ടുണ്ടാവുമെന്ന് പറയുന്നു. പള്ളിയിൽ സുപരിചിതമായ ഓരോരോ പേരുകൾ റോണി പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല എന്ന് തലയാട്ടിക്കൊണ്ട് ഗ്രാനി മറുപടി നൽകുന്നു. പെട്ടെന്ന് കരണ്ട് വരികയും ഗ്രാനി ഉറങ്ങാനായി തന്റെ റൂമിലേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്തു. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മുന്നറിയിപ്പെന്നോണം ഗ്രാനി രാത്രിയിൽ പുറത്തിറങ്ങരുതെന്നും എന്റെ മുറിയിൽ വന്ന് ശല്യപ്പെടുത്തരുതെന്നും ജനലും വാതിലുമൊക്കെ കുറ്റിയിട്ട് കിടക്കണമെന്നും റോണിയോട് പറയുന്നു. അന്നു രാത്രി ഉറങ്ങാൻ കിടന്ന റോണി എന്തോ സൗണ്ട് കേട്ട് എഴുന്നേൽക്കുന്നു. സമയം രാത്രി 12:00 അടുത്തിരുന്നു. എന്താണെന്ന് നോക്കാൻ റോണി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. എന്നാൽ ഒന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ ഇതേപ്പറ്റി റോണി പിറ്റേന്ന് ഗ്രാനിയോട് ചോദിച്ചപ്പോൾ വീണ്ടും ആ സ്ത്രീയുടെ മുഖഭാവം മാറി. ഇനി മേലാൽ രാത്രി പുറത്തിറങ്ങിപ്പോകരുതെന്ന് ഗ്രാനി റോണിയോട് പറഞ്ഞു. ഇത് കേട്ട് റോണിക്കാകെ പേടിയും ആ ഗ്രാനിയിൽ ആകെ സംശയവും തോന്നി. പിന്നീട് അങ്ങോട്ടുള്ള 2-3 ദിവസം അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഗ്രാനിയും തികച്ചും ശാന്തമായിരുന്നു. എന്നാലും ഗ്രാനിയിൽ മാറി മാറി വരുന്ന പല പെരുമാറ്റങ്ങളും റോണിയെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ ഗ്രാനിയെ സ്വപ്നം കണ്ട് റോണി ഞെട്ടി ഉണരുന്നുണ്ട്. അന്നും സമയം 12:30 കഴിഞ്ഞിരുന്നു. എന്തോ ശബ്ദം കേട്ട് റോണി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ ഗ്രാനി പുറത്തെ പറമ്പിലൂടെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്നതാണ് റോണി കണ്ടത്. അത് കണ്ടതും റോണി ആകെ ഭയന്നുപോയി. പെട്ടെന്ന് അവന്റെ റൂമിന്റെ വാതിലിലാരോ മുട്ടാൻ തുടങ്ങി. അത് ഗ്രാനി ആയിരുന്നു. ഗ്രാനി അവനോട്, റോണി നീ ഉറങ്ങിയില്ല അല്ലേ എന്ന് പറയുന്നത് കേട്ടതും അവനാകെ പേടിച്ചു ഭയന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അവൻ നേരെ ഗ്രാനിയുടെ അടുത്തേക്ക് പോയി, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ലെന്നും ഞാൻ തിരിച്ചു പോവുകയാണെന്നും അവരോട് പറഞ്ഞു. നീ പോണേൽ പോയിക്കോ, പക്ഷെ 2 ആഴ്ച തികച്ചു നിൽക്കാതെ ഒരു ചില്ലിക്കാശ് തരില്ല എന്നായിരുന്നു ഗ്രാനിയുടെ മറുപടി. ഇത് കേട്ട് ദേഷ്യം വന്ന റോണി നേരെ അകത്തേക്ക് ചെന്ന് തന്നെ ഇവിടെ ജോലി സ്ഥിരപ്പെടുത്തി തന്ന പോൾ ചേട്ടനെ വിളിക്കാൻ തീരുമാനിച്ചു. പോളേട്ടനെ വിളിച്ച് റോണി കാര്യങ്ങൾ പറഞ്ഞു. തനിക്ക് മറ്റൊരു വീട് സ്ഥിരപ്പെടുത്തി തരണമെന്ന ആവശ്യം റോണി ഉന്നയിച്ചു. എന്നാൽ പെട്ടെന്ന് മറ്റൊരു വീട് കണ്ടെത്താൻ കഴിയില്ലെന്നും നീ ഒരാഴ്ച കൂടി എങ്ങനെയെങ്കിലും അവിടെ നിൽക്കെന്നും പോളേട്ടൻ പറഞ്ഞു. ഒരാഴ്ച കൂടി നിന്നാൽ ഇവിടുത്തെ ശമ്പളം കൂടി വാങ്ങാമെന്ന ചിന്തയിൽ റോണി അതിന് തയ്യാറായി. എന്തായി നിന്റെ തീരുമാനമെന്ന് ഗ്രാനി ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ തന്നെ തുടരാമെന്ന് റോണി മറുപടി പറഞ്ഞു. ഇത് കേട്ട് ഗ്രാനിക്ക് ഒത്തിരി സന്തോഷമായി. എന്തിനാണ് ഇന്നലെ രാത്രി പുറത്തിറങ്ങിയതെന്ന് റോണി ഗ്രാനിയോട് ചോദിച്ചപ്പോൾ മഴയായതിനാൽ റബ്ബർ ഷീറ്റ് എടുത്തു വെക്കാനാണെന്ന് ഗ്രാനി മറുപടി പറഞ്ഞു. നായ്ക്കളെ അഴിച്ചുവിട്ടതിനാലാണ് നിന്നെ വിളിക്കാത്തതെന്നും ഗ്രാനി റോണിയോട് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും ഗ്രാനിയുടെ പെരുമാറ്റത്തിൽ ഒരു പന്തികേടും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു വൃദ്ധ സ്ത്രീയുടെ സ്വഭാവമായിരുന്നു അന്നൊക്കെ ഗ്രാനിയിൽ. പക്ഷെ എന്തു തന്നെ വന്നാലും 2 ആഴ്ച കഴിഞ്ഞാൽ ഇറങ്ങുമെന്ന ചിന്തയിലായിരുന്നു റോണി. എന്നാൽ റോണി 2 ആഴ്ച കൂടിയേ ഉണ്ടാകൂ എന്ന കാര്യം ഗ്രാനിയിൽ നിന്നും അവൻ മറച്ചു വെച്ചിരുന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ റോണി തന്റെ കാര്യങ്ങളൊക്കെ ഗ്രാനിയോട് പറയുന്നുണ്ട്. തൻ്റെ വീടങ്ങ് തെക്കാണ്. ഞാൻ ഇങ്ങനെ ഒരുപാട് വീടുകളിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ജോലിയൊക്കെ വളരെ കുറവാണ്. എന്നാൽ പണം ചോദിക്കാനായി എനിക്ക് ആരുമില്ല. അച്ഛനും അമ്മയും ആരുമില്ല. ഒരു അനാഥനായിട്ടാണ് ഞാൻ വളർന്നത് എന്ന് റോണി ഗ്രാനിയോട് പറയുന്നുണ്ട്.
എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തനിക്ക് മുന്നേ അറിയാമായിരുന്നെന്ന് ഗ്രാനി റോണിയോട് പറഞ്ഞു. ഓ, പോളേട്ടൻ പറഞ്ഞതായിരിക്കുമല്ലേ എന്ന് റോണി ഗ്രാനിയോട് പറഞ്ഞെങ്കിലും അതിന് മറുപടിയായി ഗ്രാനി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഇവിടെ ഇതിനു മുന്നേ കുറെ ഹോം നേഴ്സ് നിന്നിട്ടുണ്ടെന്നും അവരൊക്കെ ഞാനങ്ങ് പറഞ്ഞയച്ചു എന്ന് ഗ്രാനി റോണിയോട് പറഞ്ഞു. അവർക്കൊക്കെ ഓക്കെ ആയിരുന്നെന്നാണല്ലോ പോളേട്ടൻ പറഞ്ഞതെന്ന് റോണി പറഞ്ഞപ്പോൾ അതിന് മറുപടി ഒന്നോണം ഗ്രാനി ഒന്ന് പൊട്ടിച്ചിരിച്ചു. ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിലൊരു ചിരി. പോൾ അങ്ങനെ പറഞ്ഞോ? പോൾ എൻ്റെ സ്വന്തം ആളാ എന്ന് ഗ്രാനി റോണിയോട് ആ സമയത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് റോണിക്കാകെ ഒരു പന്തികേട് തോന്നുന്നുമുണ്ട്. ആ സമയം പെട്ടെന്ന് ഗ്രാനി റോണിയോട് നീ ഇനി എന്നാ തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി റോണി പോളേട്ടൻ നാളെ രാവിലെ 4:30 ബസ്സുണ്ടെന്ന് പറഞ്ഞിരുന്നു, അതിന് പോകാനാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഗ്രാനിയുടെ മുഖഭാവമാകെ മാറി. കഴിച്ചു കഴിഞ്ഞിട്ട് കിടന്നോളൂ, ഞാൻ പട്ടിയെ അഴിച്ചു വിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഗ്രാനി പുറത്തേക്കിറങ്ങി. റൂമിലെത്തിയ റോണി തന്റെ ആകുലതകളും ഭയവും ഡയറിയിൽ എഴുതുകയായിരുന്നു. ഇന്ന് 8 മണിക്ക് പോയ കറണ്ട് സമയം ഇത്രയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അതൊക്കെ റോണിയിലാകെ ഭയമുണ്ടാക്കി. പെട്ടെന്നാണ് തന്റെ പിറകിൽ ഗ്രാനി വന്നു നിൽക്കുന്നത് റോണി കണ്ടതും അവനാകെ ഞെട്ടുകയും ചെയ്യുന്നത്. ഗ്രാനി റോണിയോട് കിടക്കാൻ നിർബന്ധിച്ചു. റോണിക്ക് കഥ ഇഷ്ടാണോ? ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഗ്രാനി അവിടെ ഇരുന്നു. എന്നിട്ടൊരു ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് കഥ പറയാൻ ഒരുങ്ങിയതും റോണി ഗ്രാനിയോട് തനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഗ്രാനി എന്ന് പറഞ്ഞു. എന്തിനാ റോണി കള്ളം പറയുന്നേ എന്നായിരുന്നു ഗ്രാനിയുടെ മറുപടി. ശേഷം ഗ്രാനി റോണിയോട് മറ്റൊരു കഥ പറയാൻ തുടങ്ങി, ഒരു ചെകുത്താന്റെ കഥ. കഥ ഇങ്ങനെ: ഒരിടത്ത് റാഹേൽ എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് 7 മക്കളായിരുന്നു. റാഹേലും ആ 7 മക്കളും ഭർത്താവും അടങ്ങുന്നതായിരുന്നു അവരുടെ കുടുംബം. ഒരു ദിവസം റാഹേൽ അമ്മയുടെ മൂത്ത മകൻ ജോലി തേടി പട്ടണത്തിലേക്ക് പോയി. പിന്നീട് അവൻ അവിടെ തന്നെ ഒരു കല്യാണം കഴിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ കല്യാണത്തിന്റെ അന്ന് റാഹേൽ അമ്മയെ അവരാരും വിളിച്ചില്ല. അന്നാണ് റാഹേൽ അമ്മയ്ക്ക് മനസ്സിലായത് തന്റെ ഭർത്താവും മക്കളും തനിക്ക് പുല്ലുവിലയാണ് നൽകുന്നതെന്ന്. താൻ ഇത്രയും കാലം ആർക്കുവേണ്ടി ജീവിച്ചോ അവർ തനിക്ക് ഒരു വിലയും നൽകുന്നില്ലെന്ന കാര്യം റാഹേൽ അമ്മയെ ആകെ തകർത്തി. അതിനാൽ അവർ ഒരു മുളം കയറിൽ തന്റെ ജീവൻ ഒതുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മരിക്കാൻ തീരുമാനിച്ച റാഹേൽ അമ്മയുടെ മുന്നിലേക്ക് ചെകുത്താൻ പ്രത്യക്ഷപ്പെട്ടു. ചെകുത്താൻ റാഹേൽ അമ്മയോട് പറഞ്ഞു, നിന്നെ ഈ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഭയക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് ഞാൻ നടത്തിത്തരാം. പകരം നീ നിന്റെ ഭർത്താവിനെയും മക്കളെയും എനിക്ക് നൽകൂ. റാഹേൽ അമ്മ ചെകുത്താന്റെ ആ ആവശ്യം സ്വീകരിച്ചു. അങ്ങനെ ചെകുത്താൻ റാഹേൽ അമ്മയുടെ ഭർത്താവിനെയും മൂത്ത 4 മക്കളെയും കൊന്നു തിന്നു. അതിനുശേഷം റാഹേൽ അമ്മയെ എല്ലാവരും ഭയക്കാൻ തുടങ്ങി. സ്വബോധം വീണ്ടെടുത്ത റാഹേൽ അമ്മ തന്റെ 3 മക്കളെയെങ്കിലും വെറുതെ വിട്ടതിൽ ചെകുത്താനോട് നന്ദി പറഞ്ഞു. പക്ഷേ റാഹേൽ അമ്മയ്ക്ക് അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. ചെകുത്താൻ തിന്നുന്നത് മാംസമല്ല, ഒരു മനുഷ്യന്റെ പേടിയായിരുന്നു. റാഹേൽ അമ്മയുടെ ആ 3 കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നു. അവരെ പേടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചെകുത്താൻ അവരെ തിന്നാൻ കഴിയാതിരുന്നത്. ആ 3 മക്കൾ കൂടി ചെകുത്താൻ ഉള്ളതിനാൽ ചെകുത്താൻ റാഹേൽ അമ്മയെ വിട്ടുപോയില്ല. അതിനാൽ ചെകുത്താൻ കാലങ്ങളോളം കൂടെ നിന്ന് റാഹേൽ അമ്മയുടെ മറ്റേ 3 മക്കളെയും ഭയപ്പെടുത്താൻ തുടങ്ങി. ഇങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം 3 കുട്ടികളിൽ മൂത്തവൻ ഭയന്ന് കരയാൻ തുടങ്ങി. ഇതോടെ ആ കുഞ്ഞിനെയും ചെകുത്താൻ കൊന്നു തിന്നു. അധികം വൈകാതെ തന്നെ 2ാമത്തെ കുട്ടിയെയും ഭയപ്പെടുത്തിക്കൊണ്ട് ചെകുത്താൻ ആ കുഞ്ഞിനെയും കൊന്നു തിന്നു. എന്നാൽ തന്റെ 3ാമത്തെ കുഞ്ഞ് വളരെ ചെറുതായതിനാൽ ചെകുത്താൻ അവനെ ഭയപ്പെടുത്തിയെടുക്കാൻ വർഷങ്ങൾ എടുക്കുമെന്ന് മനസ്സിലായ റാഹേൽ അമ്മ ആ കുഞ്ഞിനെ ചെകുത്താൻ അറിയാതെ മറ്റാർക്കോ കൊടുത്തു. ഇതു കണ്ട ചെകുത്താൻ ഉഗ്രരൂപിയാവുകയും റാഹേൽ അമ്മയെ വിട്ടുപോകാതെ അവിടെയുള്ള നാട്ടുകാരെ ഓരോരുത്തരെയായും കൊന്നു തിന്നാൻ തുടങ്ങി. ചെകുത്താൻ ഇപ്പോഴും റാഹേൽ അമ്മയെ ഉപയോഗിച്ച് ആ കുഞ്ഞിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കഥ പറഞ്ഞു തീർത്തതും ഗ്രാനി എഴുന്നേറ്റ് റോണിയുടെ അടുത്ത് ചെന്നിരിക്കാൻ തുടങ്ങി. കഥ ഇഷ്ടമായോ റോണി? നീ പേടിച്ചു പോയോ എന്ന് ഗ്രാനി റോണിയോട് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ആ കഥയും ഗ്രാനിയുടെ ഭാവമാറ്റവും റോണിയെ വല്ലാതെ ഭയത്തിലാഴ്ത്തിയിരുന്നു. ഗ്രാനി എന്തോ ഒരു ഉദ്ദേശത്തോടെ റോണിയുടെ അടുത്തേക്ക് അടുക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ കറണ്ട് വന്നതും റോണി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഗ്രാനിയുടെ ചിന്ത മാറ്റിയെടുക്കുവാൻ വേണ്ടി റോണി ഗ്രാനിയോട് നമുക്ക് ഓരോ ഗ്ലാസ് വൈൻ കുടിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം അതിന് വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഗ്രാനി അതിന് സമ്മതിച്ചു. ഗ്രാനിയുടെ കയ്യിൽ നിന്നും ഈ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുക എന്നതായിരുന്നു റോണിയുടെ ലക്ഷ്യം. അതിനാൽ താൻ ബാഗിൽ കരുതിയ ഉറക്കുഗുളിക പൊടിച്ച് വൈനിൽ കലർത്തി അത് ഗ്രാനിക്ക് നൽകാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ വൈനുമായി റൂമിലെത്തി അത് ഗ്രാനിക്ക് നൽകിയെങ്കിലും കുടിക്കാതെ അവർ അതവിടെ മാറ്റിവെച്ചു. പെട്ടെന്ന് വീണ്ടും അവിടെ കറണ്ട് പോവുകയും ഗ്രാനിയുടെ ഭാവങ്ങൾ വീണ്ടും മാറാൻ തുടങ്ങി. റോണിയുടെ അടുത്തേക്ക് നീങ്ങിയ ഗ്രാനി, നീ എനിക്ക് എൻ്റെ സ്വന്തം മകനെ പോലെയാണെന്ന് പറഞ്ഞ് റോണിയെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങി. പക്ഷെ അതിലൊരു വാത്സല്യമായിരുന്നില്ല, എന്തോ ഒരു ഭീകരതയായിരുന്നു റോണിക്ക് അനുഭവപ്പെട്ടത്. അതിനാൽ തന്നെ ഗ്രാനിയെ ആ ചിന്തയിൽ നിന്ന് മാറ്റാൻ റോണി പെട്ടെന്ന് വൈനിന്റെ കാര്യം ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഗ്രാനി തിരികെ പോയി ഇരിക്കുകയും റോണി തന്ന വൈൻ കുടിക്കുകയും ചെയ്തു. റോണി അതിൽ ഉറക്കുഗുളിക പൊടിച്ചു ചേർത്തതിനാൽ ഗ്രാനി പിന്നീട് അറിയാതെ അങ്ങ് മയങ്ങിപ്പോയി. സമയം രാത്രി 12:30 അടുത്തിരുന്നു. പിന്നെ ഒട്ടും സമയം കളയാതെ റോണി തന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ അവന് പിന്നിലത്തെ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. ആകെ പേടിച്ച റോണി പോളേട്ടനെ വിളിച്ച് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു. തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്നും ഈ സ്ത്രീ തന്നെ കൊല്ലുമെന്നും അവൻ അയാളോട് പറഞ്ഞു. നീ ഒട്ടും പേടിക്കണ്ടെന്നും പിന്നിലെ വാതിൽ തുറന്ന് റബ്ബർ തോട്ടത്തിലെ ഷെഡിൽ പോയിരിക്കൂ, ഞാൻ അവിടെ വരാമെന്ന് പോളേട്ടൻ റോണിയോട് പറഞ്ഞു.
അവിടെ നിന്ന് ഇറങ്ങും മുന്നേ അവസാനമായി ഗ്രാനി അവിടെ തന്നെയുണ്ടോ എന്ന് നോക്കാൻ പോയ റോണി ആ ഒഴിഞ്ഞുകിടക്കുന്ന കസേര കണ്ട് ഞെട്ടി. പിന്നെ ഒട്ടും സമയം കഴിയാതെ പിന്നിലത്തെ വാതിലും തുറന്ന് അവൻ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങി ഓടി. അങ്ങനെ റോണി ഷെഡിലെത്തിയപ്പോഴാണ് അവിടെ വാതിലിൽ രക്തം പുരണ്ടു കിടക്കുന്നത് കണ്ടത്. അത് കണ്ടവൻ ആകെ ഭയന്നു. റബ്ബർ തോട്ടത്തിലേക്ക് ലക്ഷ്യമില്ലാതെ അവൻ ഓടി തളർന്ന റോണി ആകെ അവശനായി അവിടെ ഒരു മരച്ചുവട്ടിലിരുന്നു. പേടിയും ഭയവുമൊക്കെ അവനെ ആ രാത്രിയിൽ വല്ലാതെ തളർത്തിയിരുന്നു. അപ്പോഴാണ് റോണിയുടെ അടുത്തേക്ക് ഗ്രാനി പതിയെ നടന്നു വരുന്നത് കാണിക്കുന്നത്. റോണിയെ കൊല്ലുവാനായി ഗ്രാനി തന്റെ കയ്യിലെ മഴു ഉയർത്തിപ്പിടിച്ചു. തന്റെ അരികിൽ ആരോ വന്നു നിൽക്കുന്നത് കണ്ട് റോണി നോക്കിയതും അത് ഗ്രാനിയായിരുന്നു. ഗ്രാനിയാണെങ്കിൽ താ മഴു ഉയർത്തി റോണിയെ ഒറ്റ വെട്ടിന് കൊന്നു. കൊല്ലുക മാത്രമായിരുന്നില്ല, റോണിയെ കൊന്നു തിന്നുകയായിരുന്നു ഗ്രാനി. തന്റെ ഇത്രയും കാലത്തെ പ്രതികാരവും വിശപ്പും അടങ്ങിയതുപോലെ ഗ്രാനി അട്ടഹസിച്ചു ചിരിച്ചു. അവസാനം ഗ്രാനിയുടെ ശരീരത്തിൽ നിന്ന് ഏതൊരു ആത്മാവ് വിട്ടുപോകുന്നതും ഗ്രാനി അവിടെ ബോധം കെട്ട് വീഴുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.